ഞാൻ 2-3 തമാശ പറയാം. അതിലൊന്ന്, നമ്മുടെ ഒരു ഇസ്ലാമിക് നഴ്സറിയിൽ വെച്ചിട്ട്, ഇസ്ലാമിക് എന്ന് വെറുതെ പേര് വെക്കുന്ന ആളെ പറ്റിക്കാൻ, ഒരു നഴ്സറി സ്കൂളിൽ മുസ്ലിങ്ങൾ നടത്തുന്ന ചോദിച്ചു പോലോ, ചിലപ്പോൾ മാത്രം ഏറ്റവും മുന്നിലും പിന്നെ എപ്പോഴും ഏറ്റവും പിറകിലും കാണുന്ന ഒരു ജന്തുവിൻ്റെ പേര് പറയാം. അപ്പം എല്ലാവരും സ്തംഭിച്ച് ഒരു കുട്ടി പറഞ്ഞു പോലും പള്ളിയിലെ ഇമാമ്. ആ കുട്ടിയുടെ മറുപടിയിലാണ് ഖുർആനിൻ്റെ നേരെ നമ്മൾ ദീക്ഷിക്കുന്ന നിലപാട് നിഴലിച്ചിട്ടുള്ളത്. ഇമാമിൻ്റെ അയോഗ്യത എന്താ? യോഗ്യതയാണ്, തൽക്കാലം അയോഗ്യത. അയാൾ മര്യാദയ്ക്ക് ഖുർആൻ പഠിച്ചിട്ടുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, അതാണല്ലോ അയാളെ യോഗ്യത. അതാണല്ലോ ജീവിതത്തിലെ പുറമ്പോക്കിലേക്ക് അയാൾ വലിച്ചെറിയപ്പെടാൻ കാരണമാകുന്നത്. സമുദായ നേതൃത്വം, മഹല്ല് നേതൃത്വം, രക്ഷിതാക്കൾ, ഞാൻ, നിങ്ങൾ ഗൗരവപൂർവം ഒരു തിരിച്ചറിവുണ്ടായി ഒരു തിരുത്തിന് തയ്യാറാവണം. നല്ലതായ ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തിരുത്തിന് തയ്യാറാവണം. ഇത് ഈ സദസ്സിനോടുള്ള എൻ്റെ വസിയത്താണ്. ഒരു പള്ളി എടുക്കാൻ 1 കോടി ഉറുപ്പിയെങ്കിലും ചുരുങ്ങിയത് വേണം, ഭൂമി അടക്കം പോണ്ടേ. 1 കോടി ഉറുപ്പിക അല്ലെങ്കിൽ 1.5 കോടി ഉറുപ്പിക, ചിലപ്പോൾ 2 കോടി ഉറുപ്പിക ചിലവാക്കിയിട്ട് ഒരു പള്ളി എടുത്തിട്ട് ഊമകളെ കയ്യിൽ ഏൽപ്പിക്കുന്നിടത്ത് എത്തിയിരിക്കുന്നു. ഊമ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരോട് മാതൃഭാഷയിൽ വർത്തമാനം പറയാത്ത ഒരവസ്ഥ. ബീഹാറിൽ നിന്നോ ബംഗാളിൽ നിന്നോ ഉത്തരേന്ത്യയിൽ നിന്നോ കൊണ്ടുവന്ന ഒരു സാധുവിനെ ഏൽപ്പിക്കും. അയാളിലേക്ക് നമ്മൾ മടങ്ങിയ എന്തുകൊണ്ടാണ്? അവർക്ക് ജോലി കിട്ടുന്നതും അവർക്ക് റിലീഫ് നടത്തുന്നതും അവരെ സ്നേഹിക്കുന്നതൊക്കെ നല്ല കാര്യം. പക്ഷെ നമ്മൾ അവരോടുള്ള സ്നേഹം കൊണ്ടല്ല. ഒരു പാവപ്പെട്ട ബീഹാരിക്ക് ഒരു തൊഴിലുറപ്പ് പദ്ധതി എന്ന നിലക്ക് ആണോ നമ്മൾ പള്ളിയെടുത്തത്? ഇപ്പോൾ ഒരു തൊഴിലുറപ്പ് പദ്ധതി ഇല്ലേ, അതുപോലെയാണോ പാവപ്പെട്ട 2 ബംഗാളിക്ക് ഒരു തൊഴിലുറപ്പ് പദ്ധതി? അങ്ങനെയല്ലല്ലോ. അവരെ നമ്മൾ മറ്റു നിലക്ക് പല നിലക്കും സഹായിക്കണം. അവർ നമ്മുടെ സഹോദരങ്ങളാണ്, അവരെ പുച്ഛിക്കാൻ പാടില്ല. പക്ഷേ നമ്മൾ ഖുർആനിൽ അധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസത്തിൽ നിന്ന് വളരെ വിദൂരമായിരിക്കുന്നു എന്നതിൻ്റെ ദുഷ്ഫലമാണത്. എൻ്റെ മകൻ ഒരു ഡോക്ടറാണ്, എൻ്റെ മകൻ ഒരു എഞ്ചിനീയറാണ്, എൻ്റെ മകൻ ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്, എൻ്റെ മകൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്ന അതേ അഭിമാനത്തോടുകൂടി എൻ്റെ മകൻ നല്ല തികവും മികവുമുള്ള ഒരു ആലിമാണെന്ന് പറയാൻ എത്ര രക്ഷിതാക്കൾക്ക് സാധിക്കുന്നുണ്ട്? എന്നിടത്താണ് ഖുർആനിൻ്റെ നേരെ നമ്മുടെ സമീപനം എന്താണ്, എങ്ങനെയാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. വലിയ വലിയ വിഷയമുണ്ട് ഇതിൽ. ഞാനങ്ങനെ ദീർഘമായി പ്രസംഗിക്കാൻ അറിയില്ല, അതുകൊണ്ടാണ്. ഇനി മറ്റൊരു തമാശ ഒരു ഉമ്മ പറഞ്ഞതാ. എന്താ അത്? എൻ്റെ മോൻ ഓത്തെല്ലാം പഠിച്ച് എന്നിട്ട് വലിയ കിതാബ് പഠിക്കാൻ വേണ്ടി അങ്ങ് പോയിക്കുന്നു എന്ന് പറഞ്ഞു. 7 സ്ഥലം പറഞ്ഞിട്ട്. അപ്പം പെണ്ണുങ്ങളെ കണക്കിന് ഖുർആൻ ചെറിയ കിതാബും വലിയ കിതാബ് വേറെ എന്തോ ആണ്. സത്യത്തിൽ വലിയ കിതാബ് ഖുർആനാണെന്ന് നമ്മുടെ ഉമ്മമാർക്കറിയില്ല. ഓത്ത് പഠിച്ച് എന്ന് വെച്ചാൽ ഖുർആൻ ഓതാൻ പഠിച്ച് കഷ്ടിച്ച് പിന്നെ വലിയ കിതാബ് ഓതാൻ പോയിരിക്കുകയാണ് അത്രേ. ഒരു തത്വചിന്തകൻ, ഒരു ചരിത്ര പണ്ഡിതൻ ഈ സമുദായത്തിൻ്റെ അധോഗതി ആരംഭിച്ച 1-ാം തീയതി ഉണ്ടാവുമല്ലോ, ഒരു 1-ാം തീയതി ഉണ്ടാവുമല്ലോ, ഗർഭധാരണം സംഭവിച്ച ഒരു 1-ാം തീയതി ഉണ്ട് അല്ലേ സാഹിബ്? എന്നതുപോലെ ഈ സമുദായത്തിൻ്റെ അധോഗതി, തകർച്ച ആരംഭിച്ച 1-ാം തീയതി ഏതാണെന്ന് സുദീർഘമായി ചർച്ച ചെയ്തിട്ട് അദ്ദേഹം ആറ്റിക്കുറുക്കി സംക്ഷേപിച്ച് പറഞ്ഞത്
എന്നോ ശ്മശാനത്തിൽ കുഴിച്ചു മൂടേണ്ടുന്ന ദുഷിച്ച പിഴച്ച പ്രത്യയശാസ്ത്രങ്ങൾ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുകയും, ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, എന്നോ ശ്മശാനത്തിൽ കുഴിച്ചു മൂടി അവസാനിപ്പിക്കേണ്ട ദുഷിച്ച പിഴച്ച പ്രത്യയശാസ്ത്രങ്ങൾ അത് മനുഷ്യ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുക. ജീവിതത്തിൽ സദാ നിറഞ്ഞു നിൽക്കേണ്ടുന്ന സൃഷ്ടികർത്താവായ അള്ളാഹുവിൻ്റെ മാർഗദർശനം അഥവാ ഖുർആൻ ശ്മശാനത്തിൽ പരിമിതമാവുകയും ചെയ്തു. ഖബർസ്ഥാനിൽ കൊണ്ടുപോയി വെക്കേണ്ടതിന് അങ്ങാടിയിലും യൂണിവേഴ്സിറ്റിയിലും കുടിയിരുത്തി, യൂണിവേഴ്സിറ്റിയിലും അങ്ങാടിയിലും പാഠശാലയിലൊക്കെ ഉണ്ടാവേണ്ടതിന് ഖബർസ്ഥാനിലും. എങ്ങനെയുണ്ട്? ശരിയല്ലേ? ഒരു സ്ഥലത്ത് ഞാൻ യാസീൻ ക്ലാസ് എടുത്തു. യാസീൻ ഖൽബുൽ ഖുർആനാണല്ലോ. അപ്പോൾ ഇനി എന്താ വേണ്ടതെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞ് ഇനി മയ്യത്ത് നിസ്കാരം പഠിപ്പിച്ച് തന്നാൽ മതി. യാസീൻ ഓതി കഴിഞ്ഞല്ലോ. ഇതൊക്കെയാണ് ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്ന സമുദായത്തിൻ്റെ അവസ്ഥ. ഇതെങ്ങനെ സംഭവിച്ചു? അതിലൊന്ന്, ഇബിലീസിൻ്റെ കുതന്ത്രം വളരെ നന്നായി വിജയിക്കുന്നു. ഇബിലീസ് ഇപ്പോൾ ഈ വഹാബ് സാഹിബിനെയും ഈ ഷിഹാബ് സാഹിബിനെയും അമീനെയൊക്കെ കള്ളുഷാപ്പിലേക്ക് വിളിച്ചാൽ പോവോ? ബാടോ ഫ്രീ ആയിട്ട് ഞാൻ വാങ്ങിത്തരാം. നല്ല മുന്തിയത് ക്രിസ്ത്യൻ ബെർണാഡ്, ഈ സാഹിബിൻ്റെ പേരൊക്കെ ഇടുക കള്ളിന്. അങ്ങനെയാണ് എൻ്റെ നാട്ടിലത്. മാഹിയിൽ വില കുറവാണ്, വണ്ടിക്ക് പെട്രോളിനും വില കുറവാണ്, ഡ്രൈവർക്ക് കുടിക്കുന്നതിനും വില കുറവാണ്. അതാണ് എൻ്റെ നാട്ടിൻ്റെ ഒരു വിശേഷം, മയ്യഴി. അപ്പോൾ വാങ്ങിത്തരാന്ന് പറഞ്ഞാൽ ഷിഹാബ് സാഹിബ് പോവുമോ, അമീൻ പോവോ, വഹാബ് സാഹിബ് പോവോ? പോകില്ല. കാരണം അവർക്ക് അതിനുള്ളൊരു ബോധമൊക്കെ അൽഹംദുലില്ല. അതുകൊണ്ട് തന്നെ ഇബിലീസ് നമ്മളെ താജാതി നമ്പറുമായിട്ട് വരൂല, അതിനൊന്നും ഓല കിട്ടൂല എന്ന് ഏറെക്കുറെ ഇബിലീസിന് ഉറപ്പാണ്. അമ്മാതിരി മഹാവഷളത്തരത്തിന് ഇപ്പം വരില്ല. അപ്പോൾ ആ ഇബിലീസ് എന്താ ചെയ്യുന്നറിയോ? നമ്മളുടെ ഇടയിൽ ഒരു വക അത്യാവശ്യം ദീനീ ബോധമുള്ളവരുടെ ഇടയിൽ ഇബിലീസിൻ്റെ മഹാകുതന്ത്രം എന്താണെന്ന് വെച്ചാൽ സുപ്രധാനമായതിൽ നിന്ന് അപ്രധാനമായതിലേക്ക് നമ്മളെ സമർത്ഥമായി തള്ളിവിടും. വളരെ സുപ്രധാനമായതിൽ നിന്ന് താരതമ്യേന അപ്രധാനമായ ഐറ്റത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കും. ഞാൻ ലളിതമായ ഉദാഹരണം പറയും, ആരെയും വിമർശിക്കാനോ പരിഹസിക്കാനോ അല്ല, അത് പാടില്ല. സിക്ർ ഹൽക്കയിൽ അല്ലെങ്കിൽ സലാത്ത് സമ്മേളനത്തിൽ ഒരു 500 കുറയാത്ത ആൾ ഖുർആൻ പഠിപ്പിക്കുന്നിടത്ത് കഷ്ടിച്ച് 10 ആളെ കിട്ടാൻ തന്നെ പെടാപ്പാട് പെടണം. അതാണ് ഇബിലീസിൻ്റെ വിജയം. ഇബിലീസിനറിയാം ഇത് പഠിച്ചാൽ ഇവനെ വിചാരിച്ച പോലെ കിട്ടൂല. സലാത്തോൻ ചൊല്ലിക്കോട്ടെ, സിക്റോൻ ചൊല്ലിക്കോട്ടെ, അത് ഖുർആനിനേക്കാൾ ഇബിലീസിനെ സംബന്ധിച്ചിടത്തോളം ലെസ് ഹാംഫുൾ, അത്ര അടങ്ങാറില്ല. സിക്ർ മോശ, സലാത്ത് മോശ എന്നല്ലേ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. സിക്ർ ചൊല്ലണം, സലാത്ത് ചൊല്ലണം, നല്ലതാണ്, പുണ്യകരമാണ്. അത് ഇൻഫിറാദിയായിട്ട് സൗകര്യം പോലെ ഏതവസ്ഥയിലും ചൊല്ലാവുന്നതും ചൊല്ലേണ്ടതുമാണ്. വെളുക്കാൻ തേച്ചത് പാണ്ടാവരുത്. പി അബ്ദുറഹ്മാൻ സിക്റിനെയും സലാത്തിനെയും നിസ്സാരവൽക്കരിച്ചു എന്ന് പറയാൻ ഇടവരരുത്. പറഞ്ഞു വരുന്നത് ഖുർആനിൽ നിന്ന് നമ്മൾ അകറ്റുന്നു. ഏതുപോലെ? ഇശായിൻ്റെ ജമാഅത്ത് കിട്ടിയിക്കില്ലേ ഒരു ബേജാറില്ല, തെറാവി കിട്ടണമെന്നാണ്. ടവലെടുത്ത് പോയത് തെറാവി. അപ്പോൾ ഇശായിൻ്റെ ജമാഅത്തോ വലിയ ബോധമില്ല. എല്ലാ കാരണം എന്താ ഞാൻ പറഞ്ഞത്? ഖുർആൻ തഖ്വയോടുകൂടി മനസ്സിരുത്തി ഓതുമ്പോൾ നമ്മൾ ഒരു ശ്രോതാവ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് തിരിയോ, കേൾവിക്കാരൻ, കേൾവിക്കാരനായി മാറണം. ആണോ നമ്മൾ? ആണോ? ഖുർആനെ പറ്റി ഇത് അവസാനിപ്പിക്കാൻ നേരായിക്ക് സ്ത്രീകൾ ഇളകിയിട്ടുണ്ട്. പ്രസംഗം നിർത്തണേ നിർത്താം, ഇപ്പം നിർത്താം. സഡൻ ബ്രേക്ക്. ഖുർആനിലൂടെ അള്ളാഹു സംസാരിക്കുകയാണ്. ഖുർആന് നാടന്മാർ പോലും പണ്ടേ പറയല് അള്ളാഹിൻ്റെ കലാം എന്നാണ്, അല്ലേ?
അള്ളാഹിൻ്റെ കലാം എന്ന് പറഞ്ഞാൽ, കലാം എന്ന് പറഞ്ഞാൽ വർത്തമാനം എന്നാണ്. അപ്പോൾ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ അടിയാറുകളോട് കരുണാപൂർവം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സംസാരിക്കുമ്പോൾ നമ്മളൊരു ശ്രോതാവാകും. യാ അയ്യുഹൽ ഇൻസാൻ മാ ഗർറക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക. ഇത് പറയുമ്പോൾ ഞാൻ കേൾക്കല്ലേ, മനുഷ്യ, ആരാകുന്നു, എന്താകുന്നു അത്യുദാരനായ നിന്റെ റബ്ബിൻ്റെ കാര്യത്തിൽ നിന്നെ ചതിച്ചത്? മാ ഗർറക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക. ഇങ്ങനെ ഖുർആനിലൂടെ അല്ലാഹു തആല സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ചിലപ്പോൾ താക്കീത്, ചിലപ്പോൾ സുവിശേഷം, ചിലപ്പോൾ ചരിത്രത്തിൻ്റെ ഗുണപാഠം, ചിലപ്പോൾ വരാനിരിക്കുന്ന പരലോകത്തിൻ്റെ വിശദാംശങ്ങൾ, സ്വർഗത്തിൻ്റെ സുവാർത്തകൾ, നരകത്തിൻ്റെ താക്കീതുകൾ, ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന ചട്ടങ്ങൾ, ചിട്ടകൾ, ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ പാലിക്കേണ്ട നിയമനിർദ്ദേശങ്ങൾ. ഇതാണ് ഇത്. ഇങ്ങനെ കേൾക്കുമ്പോൾ, ഓതുമ്പോൾ കേൾക്കുകയാണ്. നമ്മൾ ശ്രോതാവാകണം. ശ്രോതാവായാലും പോരാ, പ്രതികരിക്കണം, റെസ്പോണ്ട് ചെയ്യണം, പ്രതികരിക്കണം. ഉദാഹരണത്തിന് നമ്മൾ എന്ത് പറയുന്നുണ്ട്? റുക്കൂയിൽ സുബ്ഹാന റബ്ബിയൽ അലീം എന്ന് പറയുന്നുണ്ടല്ലോ. ഇതെപ്പാ ചാലുവായത്? ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അലീം, സൂറത്തുൽ വാഖിഅയിൽ ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അലീം എന്ന ആയത്തിറങ്ങിയപ്പോഴാണ് നബി പറഞ്ഞതെന്നാണ്. സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅല, ചിലർ വബിഹംദിഹി എന്ന് ചേർത്ത് പറയും, പറഞ്ഞോട്ടെ എന്ന് പറയുമ്പോൾ ഇന്നത് എപ്പം മുതലാണ്? സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, അത്യുന്നതനായ നിന്റെ റബ്ബിന്റെ നാമത്തെ നീ പ്രകീർത്തനം ചെയ്യുക, വാഴ്ത്തുക എന്ന ആഹ്വാനം അള്ളാഹിന്റെ ഭാഗത്ത് നിന്ന് വന്നപ്പോൾ അടിയാൻ പ്രതികരിക്കുകയാണ്, റെസ്പോണ്ട് ചെയ്യാൻ. സൂറത്തു തീൻ ഓതുന്നു, അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ എന്നിടത്തെത്തിയാൽ മുഫസ്സിറുകൾ പറയുന്നു, ബല വഅന അലാ ദാലിക മിനശ് ഷാഹിദീൻ, അതെ ഞാൻ അക്കാര്യത്തിൽ സാക്ഷിയാണ്. ഇങ്ങനെ പ്രതികരിക്കണം പല രീതിയിൽ, മനസാ വാചാ കർമ്മണ. അപ്പം അത് പ്രതികരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഒരു മഹാചിന്തകൻ ചിന്തനീയമായൊരു ഉപമ വന്നിട്ടുണ്ട്. ഒരു തോട്ടമുടമ, എസ്റ്റേറ്റ് ഉടമ, വലിയ എസ്റ്റേറ്റാണ്, നല്ല എസ്റ്റേറ്റാണ്, പലജാതി പഴവർഗ്ഗങ്ങളൊക്കെ ഉള്ള വലിയ എസ്റ്റേറ്റാണ്. അവിടത്തേക്കൊരു നല്ല പണിക്കാരനെ നിയോഗിച്ചു. എന്നിട്ട് അവന് നിർദ്ദേശ പത്രിക നൽകി, ഡ്യൂട്ടി ഷീറ്റ്. അതിരാവിലെ ചവറുകൾ തൂത്തുവാരി മാറ്റണം, പിന്നെ വെള്ളം തേവണം, മരുന്ന് തളിക്കേണ്ടതുണ്ടെങ്കിൽ തളിക്കണം, വീണ് കിടക്കുന്ന പഴങ്ങളിൽ ഇനംതിരിച്ച് വെക്കണം, കേടായത് ഒഴിവാക്കണം, പഴുത്ത് പാകമായത് നിലത്ത് വീഴാൻ ഇടം നൽകാതെ പറിച്ചു വെക്കണം, ചില ചില്ലകൾ വെട്ടിമാറ്റണം, വേലി എവിടെയെങ്കിലും പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് കൂട്ടിക്കെട്ടി ശരിയാക്കണം. ഇങ്ങനെ വിശദമായ നിർദ്ദേശ പത്രിക നൽകി. വളരെ സത്യസന്ധനായ സാത്വികനായ ഈ വേലക്കാരൻ പ്രഭാതം മുതൽ പ്രദോഷം വരെ ഇടതടവില്ലാതെ ഈ നിർദ്ദേശ പത്രിക വായിച്ചുകൊണ്ട് തോട്ടത്തിന് ചുറ്റും മണ്ടി നടക്കുകയാണ്. വിശ്രമിച്ചിട്ടില്ല, എങ്ങും ഒളിച്ചോടിയിട്ടില്ല. വളരെ നിരന്തരം അദ്ദേഹം ഇതിങ്ങനെ രാവിലെ ചവറുകൾ മാറ്റണം, തൂത്തുവാരണം, അങ്ങനെ വായിച്ചോണ്ട് ഈ തോട്ടത്തിന് ചുറ്റും മണ്ടി നടക്കുന്നു. അയാളാ
ഡ്യൂട്ടിയിൽ തുടരാൻ അനുവദിക്കണോ? ഷിഹാബ് സാഹിബ്, നിങ്ങളെങ്ങനെ ഒതുക്കോ? പറഞ്ഞു വിടും. പറ്റുമെങ്കിൽ 250 അധികം കൊടുക്കും കോമ്പൻസേഷൻ. സാധു പോട്ടെ. എന്നാൽ ഈ സമുദായം അതാണ്, ഈ സമുദായം അതാണ്, അതിൽ കവിഞ്ഞ ഒന്നുമല്ല. അല്ലാമ ഇക്ബാൽ, എൻ്റെ പിതാവ് ഇക്ബാലിന് കൊടുത്ത ഉപദേശങ്ങളിൽ ഒന്ന്, നീ ഖുർആൻ ഓതുമ്പോൾ, ഖുർആൻ പഠിക്കുമ്പോൾ അതിപ്പോൾ നിന്റെ ജീവിത വിഷയത്തിലേക്ക്, നിന്നെ അലട്ടുന്ന സങ്കീർണതകളിലേക്ക് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദേശമാണ്, മാർഗദർശനമാണ് എന്ന വണ്ണം സമീപിക്കണം. പണ്ടെങ്ങോ അറേബ്യയിൽ അബ്ദുള്ള ആമിന ദമ്പതികളുടെ മകനായി ജനിച്ച മുഹമ്മദിന് അവതരിച്ച ഒരു പഴയ വേദം എന്നല്ല, ജീവിച്ചിരിക്കുന്ന സമുദായത്തിന്, സമൂഹത്തിന്, വ്യക്തിക്ക് അവന് നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് നിവാരണമായിക്കൊണ്ട്, മാർഗദർശനമായിക്കൊണ്ട് അവതരിച്ചതാണെന്ന് മനസ്സ് ഉൾക്കൊണ്ടുകൊണ്ട് ഖുർആനെ സമീപിക്കണം. അപ്പോൾ അതുകൊണ്ട് നീട്ടിപ്പറയുന്നില്ല, ഖുർആൻ്റെ നേരെയുള്ള നമ്മുടെ സമീപനം ഇനിയും മാറേണ്ടതുണ്ട്. ഖുർആൻ സ്റ്റഡി സെൻറ്റർ നല്ലൊരു സംരംഭമാണ്, അതതിൻ്റെ പ്രഥമഘട്ടം മാത്രമേ ആകുന്നുള്ളൂ. അതിനെനിക്ക് പറയാനുള്ളത് ഈ ഉമ്മമാരോടാണ്. അല്ലുമ്മു മദ്റസത്തുൻ ഇദാ അഅദത്തഹ അഅദത്ത ശിബൻ തയ്യിബൽ അഇറാഖി. ഉമ്മമാർ, മാതാക്കൾ, അതൊരു കലാലയമാണ്, ഏറ്റവും വലിയ കലാലയമാണ്. ഇദാ അഅദത്തഹ, നീ അവളെ ശരിയാം വണ്ണം തയ്യാറാക്കിയാൽ, അഅദത്ത ശിബൻ തയ്യിബൽ അഇറാഖി, നല്ല മുരടുറപ്പുള്ള, നല്ല മുരടുറപ്പുള്ള, അടിയുറപ്പുള്ള ഒരു തലമുറയെ തന്നെയാണ് ഒരു പെൺകുട്ടിയെ നീ ശരി ചൊവ്വാക്കിയാൽ ഉണ്ടാകുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഗവർണർ, അയാളെ പേര് ഞാൻ പറയുന്നില്ല, അയാളുടെ പേര് ഉള്ളത് വിവരമുള്ളവനാണ്. അങ്ങനെയാണല്ലോ, ആരിഫിൻ്റെ അർത്ഥം അങ്ങനെയല്ലേ? എനിക്ക് അറബി അറിയില്ല, അങ്ങനെ തന്നെയല്ലേ? ആരിഫ് എന്നാണ് ഒരാളുടെ പേര്. എന്നാൽ വിവരക്കേടാണ് അയാൾ പറഞ്ഞത്, അതുകൊണ്ട് അയാളുടെ പേരാണ്, അയാൾ ഫിറ്റല്ല. അയാൾ പറഞ്ഞില്ലേ, മദ്രസ വിദ്യാഭ്യാസം പലജാതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, തടയപ്പെടേണ്ടതുണ്ട് എന്ന് ഏതാണ്ടൊക്കെ അയാൾ പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ നമ്മളീ പറയുന്ന പലതും നടക്കൂല. വീടകങ്ങൾ, ഗാർഹികാന്തരീക്ഷം ഖുർആൻ പഠനത്തിൻ്റെ വേദിയായി മാറണം, മാറ്റണം. അതിന് സ്ത്രീകളോട് മുഖ്യം പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾ അതിന് താങ്ങായി, തണലായി, സപ്പോർട്ടായി ഉണ്ടാവണം. ആ അർത്ഥത്തിൽ പുരുഷന്മാർ അവർക്ക് സജീവ പിന്തുണയും പ്രോത്സാഹനവും കൊടുക്കണം. പ്രതീക്ഷ ഇവരിലാണ്, ഈ പെങ്ങന്മാരിൽ, ഈ ഉമ്മമാരിൽ, ഈ പെൺമക്കളിൽ. ഇവിടെ ഇസ്ലാമിൻ്റെ നാമവും കുറിയും ഇല്ലാതാക്കാനുള്ള ശ്രമം പ്രത്യക്ഷമായും പരോക്ഷമായും പല മാർഗേണ സജീവമായി രാപ്പകൽ നടക്കുമ്പോൾ നമുക്ക് നമ്മുടെ ദീൻ, നമ്മുടെ പാരമ്പര്യം, നമ്മുടെ വിശ്വാസം, നമ്മുടെ സംസ്കാരം ഇത് നിലനിർത്തണമെങ്കിൽ നമ്മുടെ വീടകങ്ങൾ ഖുർആൻ പാഠശാലകളായി മാറണം. ഈ ഉമ്മമാർക്കും ഉപ്പമാർക്കും മാതാപിതാക്കൾ എന്ന നിലക്ക് അപ്പുറം ഗുരുനാഥന്മാർ എന്ന നിലക്കുള്ള പ്രാർത്ഥന കൂടി കിട്ടുമാറാകണം. നമ്മളെ നൊന്തുപെറ്റ ഉമ്മയാണ്, നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ഉപ്പയാണ്. ആ നിലക്ക് ഉമ്മക്കും ഉപ്പക്കും പ്രാർത്ഥന കിട്ടണം. ഒപ്പം മക്കൾക്ക് അള്ളാന്റെ കലാം പഠിപ്പിക്കാൻ, അള്ളാന്റെ കലാം അവരെ പരിശീലിപ്പിക്കാൻ പഠനവും പരിശീലനവും വേണം. അള്ളാന്റെ കലാം ഖുർആൻ അവരെ പഠിപ്പിക്കാൻ, ആ കലാമിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു നല്ല ജീവിതം വരെ പരിശീലിപ്പിക്കാൻ
നമ്മൾ ശ്രദ്ധിച്ചാൽ അതുകൂടി നമ്മൾക്ക് പരലോകത്തേക്കുള്ള നല്ല വളരെ വിശിഷ്ടമായ പ്രാർത്ഥനയായി ഭവിക്കും. അതുകൊണ്ട് വീടകങ്ങളിൽ ഖുർആനിൻ്റെ സദസ്സുകൾ ഉണ്ടാവണം. ഒരമണിക്കൂറിൽ താഴെ കൂടിയാൽ നല്ലതാണ്, പക്ഷെ ഒരമണിക്കൂറിൽ താഴെ. നമ്മുടെ വീട്ടിൽ ഒരു VIP മൂത്രമൊഴിച്ചാൽ കഴുകാൻ അറിയാത്ത, എന്നാൽ ജനങ്ങൾ VIP എന്ന് പറഞ്ഞ് ബഹുമാനിക്കുന്ന ഒരാൾ വന്നാൽ ഫോട്ടോ എടുത്തിട്ട് പോകുക, ഇന്ന ഓന് ഇന്ന കൊല്ലം വന്നിരുന്നു, ആയിക്കോട്ടെ, വലിയ കാര്യമൊന്നുമില്ല, എന്നാലും നിങ്ങൾ കൊണ്ടാടിക്കോളൂ. എന്നാൽ നമ്മുടെ വീട്ടിൽ അള്ളാന്റെ റഹ്മത്തിന്റെ മലക്കുകൾ, കാരുണ്യത്തിന്റെ മാലാകമാർ പതിവായി വരുന്ന ഒരു നല്ല അന്തരീക്ഷം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിലാണ് നമ്മുടെ ഭാഗ്യം, അതിൽ മാത്രമാണ് നമ്മുടെ രക്ഷ, അതിൽ തന്നെയാണ് നമ്മുടെ നിലനിൽപ്പ്. അപ്പം അതുകൊണ്ട് വീടകങ്ങളിൽ ഖുർആൻ പഠനത്തിനുള്ള അത് ഈ കാലത്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അള്ളാഹ് ചോദിക്കും കേട്ടോ. വിരൽ തുമ്പിൽ ഖുർആനാണ്, വിരൽ തുമ്പിൽ ഖുർആനാണ്. അള്ളാഹ് ചോദിക്കും, സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉൾപ്പെടെയുള്ള ഒരുപാട് അനുകൂലമായ ഘടകങ്ങൾ അത് മുന്നിൽ വെച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു തആല നമ്മളെല്ലാവരെയും, മാതാക്കളെയും പിതാക്കളെയും വിചാരണ ചെയ്യും. അതുകൊണ്ട് ഖുർആൻ പഠനത്തിന് വളരെയേറെ സാധ്യതയും സൗകര്യം. അതെന്താണെന്ന് വെച്ചാൽ തീർച്ചയായും ഖുർആനിനെ നാം വിചിന്തനത്തിനും വിശകലനത്തിനും സരളമാക്കിയിരിക്കുന്നു, ലളിതമാക്കിയിരിക്കുന്നു. ഫഹൽ മിൻ മുദ്ദക്കിർ, വല്ല വിചിന്തകനുമുണ്ടോ, മനനം ചെയ്യാൻ തയ്യാറുണ്ടോ? 4 പ്രാവശ്യം ചോദിച്ചു. ഇത് വിശദീകരിക്കേണ്ട ഒരു വശമാണ്, നിർത്തുകയാണ്. ഇതിലൊറ്റ കാര്യം കൂടി പറയുന്നു. ഖുർആനാകുന്ന ഇപ്പോൾ പരിഭാഷ വായിച്ചാലല്ല, ഖുർആനൻ അറബിയൻ എന്നാണ് ഖുർആന്റെ പ്രയോഗം. പല സ്ഥലങ്ങളിലായി പ്രയോഗിച്ചിട്ടുണ്ട് ഖുർആനൻ അറബിയൻ. ഉപ്പോളം വരില്ല ഉപ്പിലിട്ടത് വരുമോ? ഉപ്പ് മാങ്ങ എന്നുകൊണ്ട് സാധനം ഞങ്ങളുടെ നാട്ടിലൊക്കെ മാങ്ങ ഉപ്പിലിട്ട് അത് ചോറിലിട്ടാൽ ചോറിന് ഉപ്പ് കിട്ടുമോ? ഉപ്പ് തന്നെ ഇടണം. 4 കഷ്ണം ഉപ്പ് മാങ്ങ ഇട്ടാൽ ചോറിന് ഉപ്പാവോ? ഇല്ല. ഉപ്പോളം വരില്ല ഉപ്പിലിട്ടത്. അറബിയിലുള്ളതാണ് ഖുർആൻ. അറബിയാകട്ടെ ഭാഷകളുടെ മാതാവാണ്. ഖുർആൻ ഇറങ്ങിയ പട്ടണത്തെ അല്ലാഹു തആല വിശേഷിപ്പിച്ചത് പട്ടണങ്ങളുടെ മാതാവ്, ഉമ്മുൽ ഖുറ. എന്നാൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഞാൻ ഒരു ഭയവുമില്ലാതെ പറയുന്നു, അറബി ഭാഷകളുടെ മാതാവാണ്. അതിൽ ലളിതമാണ്. ഖുർആൻ ലളിതമാണെങ്കിൽ ഖുർആൻ ലളിതമാണെന്ന് ഖുർആൻ പറഞ്ഞല്ലോ. ഖുർആൻ അറബിയിലുള്ളതാണ്, അപ്പം അറബിയും ലളിതമാണ്. അറബി ഭാഷയെ ഇല്ലാതാക്കാനുള്ള ശ്രമം പല വഴിക്ക് നടക്കുന്നുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ മറ്റ് ഭാഷകളിൽ അറബി പദാവലികൾ കടന്നിട്ടുണ്ടെങ്കിൽ അതുപോലും ഇല്ലാതാക്കണം. ഹിന്ദിയിൽ കിതാബിനി ഉണ്ടാവില്ല, പുസ്തക് എന്നാണ്. അങ്ങനെ കുർസി ഉണ്ടാവില്ല, പീഡ്, ഓ പീഡ് പർ ബൈഠാ ഹേ, ഇസ്കാ ഇസ്തേമാൽ കൈസാ ഹേ എന്ന് ചോദിക്കൂല. ഇന്നെന്താ ചോദിക്കുക? ഇസ്കാ ഉപയോഗ കൈസാ ഹേ. അപ്പൊ അതാണ് പറയുന്നത്, ഭാഷക്കെതിരെ കയ്യേറ്റം നടക്കുന്നുണ്ട്. അത് സംസ്കാരത്തിനെതിരെയാണ്, അന്തിമ വിശകലനത്തിൽ ഖുർആനെതിരെയാണ്, ദീനിനെതിരെയാണ്. അതുകൊണ്ട് ഖുർആന്റെ ഭാഷയുടെ വിഷയത്തിൽ നിങ്ങളുടെ ശ്രദ്ധ ഉണ്ടാകണം. ഇത്രയും നേരം എന്നെ നിങ്ങൾ സഹിച്ചതിന് ഞാൻ നിങ്ങളോട് ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. ഒരൊറ്റ പ്രാർത്ഥന മാത്രം നടത്തി ഞാൻ ഒഴിവാക്കുകയാണ്. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വനൂറ അബ്സാരിനാ വജലാഅ ഹുസ്നിനാ വദഹാബ ഹമ്മിനാ വഗമ്മിനാ യാ റബ്ബൽ ആലമീൻ. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا ونور أبصارنا وجلاء حزننا وذهاب همنا وغمنا يا أرحم الراحمين. اللهم ارحمنا بالقرآن، اللهم ارحمنا بالقرآن واجعله نورا وهدى ورحمة لنا وذكرنا ما نسينا منه وعلمنا ما جهلنا منه وارزقنا تلاوته آناء الليل وأطراف النهار برحمتك يا أرحم الراحمين. ربنا آتنا من لدنك رحمة
وهيئ لنا من أمرنا رشدا اللهم يا محول الأحوال حول حالنا إلى أحسن حال بحولك وقوتك يا عزيز يا متعال اللهم بارك لنا فيما أعطيت وقنا واصرف عنا شر ما قضيت اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زد لنا علما نافعا ربنا زد لنا علما نافعا اللهم اجعل القرآن حجة لنا لا اللهم اجعل القرآن حجة لنا لا حجة علينا يا أرحم الراحمين ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وآخر دعوانا أن الحمد لله رب العالمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين